തിരുവാതിക്കലിൽ കൊല്ലപ്പെട്ട ടി.കെ. വിജയകുമാറിന്റെയും ഡോക്ടർ മീരയുടെയും സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. അതിനു മുൻപ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് മൃതദേഹങ്ങൾ വയ്ക്കും. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അതിദാരുണമായാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. കോട്ടയത്തിലെ ഒരു മൊത്തത്തിലൊരു ഞെട്ടിച്ച കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു കൊലപാതകം എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു. അവരെയാണ് ഇന്ന് സംസ്കരിക്കുന്നത്. ഇത്രയും ദിവസം സംസ്കാരം നീളാൻ കാരണം എന്തായിരുന്നു? എപ്പോഴൊക്കെയാണ് പൊതുദർശനമൊക്കെ? പൊതുദർശനം ഇപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 8:30യോടുകൂടിയാണ് വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ, തിരുനക്കരയിലെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ മൃതദേഹങ്ങൾ എത്തിച്ചത്. 2 മൃതദേഹങ്ങളും ഇപ്പോൾ ഇവിടെയാണുള്ളത്. മകൾ ഗായത്രി വിദേശത്താണ്, അമേരിക്കയിലാണ് ജോലി നോക്കുന്നത്. ഗായത്രി എത്തിയത് മിനിയാന്നാണ്. ഈ ഗായത്രി എത്തിയ ശേഷം ഒരു സമയം തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം എന്ന നിലയിലേക്ക് എത്തിയത്. അല്പസമയത്തിനുള്ളിൽ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് ഇവിടെ നിന്ന് തിരുവാതിക്കൽ ഏതാണ്ട് 2-3 കിലോമീറ്റർ പരമാവധി മാത്രം ദൂരമുള്ള സ്ഥലമാണ്. വീട്ടിൽ പൊതുദർശനമുണ്ടാകും. അങ്ങനെ ഉച്ചയ്ക്ക് 3 മണിക്കോടുകൂടി ഈ കൊലപാതകമൊക്കെ നടന്ന വിജയകുമാറിന്റെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങ്. രാവിലെ മുതൽ ഇവിടെ ഈ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വിജയകുമാറുമായി അത്രയും പരിചയമുള്ളവർ, അദ്ദേഹത്തിന്റെ ജീവനക്കാർ, അത്തരം ആളുകളൊക്കെ തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിയാൽ കൂടുതൽ ആളുകൾ അവിടേക്കായി പ്രദേശവാസികളൊക്കെ തന്നെ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 പേരുടെ മൃതദേഹങ്ങൾ ഇതാദ്യമായാണ് പുറത്ത് കാണുന്നത്. വിജയകുമാറിന്റെ മുഖത്ത് കാര്യമായ മുറിവുകൾ ഉണ്ട്. പക്ഷെ മീരയുടെ മുഖത്ത് അത്തരം പരിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും ക്രൂരമായ കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആദ്യം തലക്കടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. തലയുടെ പിൻഭാഗത്ത് അടിച്ച് കൊന്ന ശേഷമാണ്, പിന്നീടാണ് വിജയകുമാറിനോടാണ് പക എന്ന് ഒരുപക്ഷെ ഈ മൃതദേഹങ്ങൾ കണ്ടാലും നമുക്ക് അത്തരത്തിൽ വ്യക്തമാകുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് അത്രത്തോളം പരിക്കുകൾ ഉണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അല്പസമയം കൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. ശ്രീജിത്ത്, ഇന്ന് പാലയിലും ഒരു കൊലപാതകത്തിന്റെ വാർത്ത വരുന്നുണ്ടല്ലോ. പാല വള്ളിച്ചിറ സ്വദേശി ബേബി എന്ന ആൾ മരിച്ചതായി അറിയുന്നു. എന്താണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്? എന്താണ്? ഇന്ന് രാവിലെ 6:30യോടുകൂടിയാണ് സംഭവം. ഒരു ചായക്കടയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ബേബിയും ഫിലിപ്പോസും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. പല സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. ഫിലിപ്പോസ് ആണ് ബേബിയെ കുത്തിയത്. 2 പേർക്കും 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്ന് രാവിലെ ഇവിടെ എത്തി ഇവർ ചായ കുടിക്കാൻ എത്തിയപ്പോഴാണ് ചില തർക്കങ്ങൾ ഉണ്ടാകുകയും കത്തിവെച്ച് ഈ ബേബിയെ കുത്തുകയും ചെയ്തു ഫിലിപ്പോസ്. തുടർന്ന് ഫിലിപ്പോസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പോലീസ് എത്തി കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഫിലിപ്പോസിനെ കണ്ടെത്താനുള്ള ശ്രമമുണ്ട്. ഇരുവരും തമ്മിൽ ഈ ബാങ്ക് വായ്പകൾ അടക്കമുള്ള കാര്യത്തിൽ പരസ്പരം ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ നിലയിലായിരുന്നു അവരുടെ ഒരു ബന്ധമുണ്ടായിരുന്നത്. പക്ഷേ ഈ സാമ്പത്തികമായ പല തർക്കങ്ങളും ഇടക്കാലത്ത് രൂപപ്പെടുകയും അത് പലപ്പോഴും പല തർക്കങ്ങളിലേക്ക് ഒക്കെ എത്തുകയും ചെയ്ത സാഹചര്യമായിരുന്നു. ഇതാണ് ഇന്ന് രാവിലെ വളരെ അപ്രതീക്ഷിതമായൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ശ്രീജിത്താണ് വിശദവിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.